ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണോ? എല്ലാവർക്കും എക്സാം ഒക്കെ തുടങ്ങാനായില്ലേ? നാളെ അല്ലേ, എനിക്ക് നാളെ തുടങ്ങും എക്സാം. ചിലവർക്കൊക്കെ 20-ാം തീയതി ഒക്കെ തുടങ്ങുന്ന എക്സാം. എനിക്ക് നാളെ തുടങ്ങും. ഞാൻ ഇവിടെ ബിരിയാണി ഉണ്ടാണ്. കണ്ടപ്പോൾ ബിരിയാണി, ഫിഷ് ബിരിയാണി നമ്മൾ നെയ്ബർ നമുക്ക് വേണ്ടി ഉണ്ടാക്കിക്കൊണ്ട് ഫിഷ് ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പറയാൻ വെച്ചാൽ നല്ല രസമുണ്ട്. നിങ്ങളെ നെയ്ബർ ഇങ്ങനെയാണെന്ന് കമൻറ്റിൽ പറയണം കേട്ടോ. അപ്പം എല്ലാവരും എക്സാമൊക്കെ പഠിച്ചോ? എന്നിട്ട് ഞങ്ങൾക്ക് അടുപ്പിച്ചാണ് എക്സാംസ് ഒക്കെ വന്നിരിക്കുന്നത്. ഇത് ഞാൻ 10ാം ക്ലാസ് അല്ലേ. എനിക്ക് ആദ്യം ഇംഗ്ലീഷ്, പിന്നെ മാത്സ്, ഉറുദു, അങ്ങനെ കുറേ. ഇംഗ്ലീഷ് ഇപ്രാവശ്യത്തെ എക്സാം 10ാം ക്ലാസ് സിലബസ് മാറിയോണ്ട് എല്ലാവർക്കും നല്ല ടഫ് ആയിക്കാരം. കൂടുതലായിട്ട് എനിക്ക് നല്ല കുഴപ്പമില്ലാതെ ടഫാണ്. എനിക്ക് കുഴപ്പമില്ലാതൊക്കെ ടഫാണ്. അതിന് ഇംഗ്ലീഷ് പിന്നെ നമ്മൾ 30 മാർക്സിന് നമ്മളെന്തല്ലേ ഗ്രാമർ അല്ലേ, ബാക്കിയൊക്കെ ഉണ്ടാക്കിയിടയും. അപ്പം 30 മാർക്ക് കളയാതെ ഗ്രാമർ പഠിച്ചു പോവുക, അത് കിട്ടാൻ നോക്കുക. ബിരിയാണി ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. ഞാനിപ്പോൾ അത് നോടിക്കാണ്. ആദിഫ് ട്യൂഷൻ വയ്ക്കാണ്. ആബിസ് ഇവിടെ ഉണ്ട്. ആബിസിന് പനിയാണ്. എല്ലാരും ഗ്രാമറൊക്കെ നന്നായി പഠിച്ചു പോവുക. ചോറിന്റെ ഇറച്ചി തെറിച്ചു പോയി. കോഴി മീനൊക്കെ തെറിച്ചുകൊണ്ട്. എല്ലാവരും നമ്മളെ വീഡിയോ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യലില്ലേ? എല്ലാവരും നമ്മൾ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ബെൽ ബട്ടണൊക്കെ വെക്കണം. എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ. കുറേ ആൾക്കാർ ലൈക്ക് ചെയ്യാതെ നമ്മളത് കണ്ട് മാത്രം പോയിട്ട്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്താണ് വേണ്ടത്? ഡിസ്ലൈക്കും കമൻറ്റൊക്കെ ചെയ്യണം. ആരും നമ്മളെ വീഡിയോക്ക് കമൻറ്റൊന്നും ഇടുന്നില്ല. ഞങ്ങൾക്ക് കമൻറ്റൊക്കെ ഇടണം കേട്ടോ. അപ്പം എല്ലാവരും എക്സാമൊക്കെ നല്ലോണം പഠിച്ചെഴുതുക. പേടിച്ചാലൊന്നുമില്ല, നല്ലോണം പഠിച്ച് കഴിയുന്നതും പഠിച്ചെഴുതുക. എക്സാം കോപ്പി അടിച്ചാൽ വെക്കുക കേട്ടോ. കോപ്പിയൊക്കെ പിടിച്ച് കഴിഞ്ഞാൽ SSLCക്കൊക്കെ കഴിഞ്ഞ് പിന്നെ 2-3 വർഷത്തിൽ നിങ്ങൾ SSLC തന്നെ എഴുതിച്ചില്ല. SSLCക്ക് ബാൻഡ് കോപ്പി റെഡ് മാർക്ക് ഇടും. പിന്നെ 2 വർഷം ഇതിൽ കൂടെ ഒക്കെ നടക്കാം. അപ്പം ആരും കോപ്പി ഒന്നും അടിച്ചാൽ വെക്കുക. റിസ്ക് എടുക്കണ്ടല്ലോ, പഠിച്ചാൽ പോലെ. വേറെന്തെല്ലാം ഒരു വർത്താനം? സുഖമാണ് വിചാരിച്ചത്. അപ്പം നാളത്തെ എക്സാമുകൾ നന്നായി എഴുതുക, പഠിച്ച് നന്നായി എഴുതുക. ഞാൻ ഇവിടെ ബിരിയാണി തിന്നാണ്. ഇങ്ങോട്ട് ഇരുന്ന് പഠിച്ചാൽ വിചാരിച്ചിട്ട് ബിരിയാണി തിന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയം കുറച്ച് പോവാലോ വിചാരിച്ചിട്ട് ബിരിയാണി ഞാൻ തിന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ നെയ്ബർ അടിപൊളിയായിട്ട് ബിരിയാണി ഒക്കെ ഉണ്ടാക്കും. അപ്പം നല്ല രസമാണ് കേട്ടോ താത്താൻ്റെ ബിരിയാണി. അപ്പം നമ്മളത് അതിന് കാത്തും കുത്തിരിക്കും. ഞങ്ങൾ ബിരിയാണി ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല രസമാണ് താത്താൻ്റെ ബിരിയാണി. ആദിഫിന് 20-ാം തീയതിയാണ് പരീക്ഷ തുടങ്ങുന്നത്. ഓനിവിടെ അപ്പുറത്ത് ഞങ്ങൾ നെയ്ബറിൻ്റെ അടുത്ത് തന്നെയാണ് ട്യൂഷൻ ഉള്ളത്. ആബിസിന് പനി വരുന്നുണ്ട്. ഓന് ട്യൂഷന് പോകുന്നുണ്ട്, പക്ഷെ ഓന് പനി വരുന്നുണ്ട്. നല്ല ചൂടുണ്ട്. ഓന് ആപ്പാനപ്പം കളിച്ചാൻ പോവാന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. ആപ്പോനെ ചതിച്ചു, വന്നില്ല, ഓനെ കൊണ്ടുപോയില്ല. അപ്പോൾ ഓനവിടെ ഇങ്ങനെ പാവമായിട്ട് കുത്തിർക്കുന്നുണ്ട്. എല്ലാവരും നമ്മളെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണൊക്കെ അടിച്ച് പൊട്ടിച്ച് നമ്മളെ എല്ലാ വീഡിയോസും കാണുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യണം. കൂടുതൽ വീഡിയോസിന് വേണ്ടി നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വീഡിയോസാണ് വേണ്ടെങ്കിൽ അതൊക്കെ ഞങ്ങൾ ഇതാക്കും. അപ്പോൾ ഇനി അടുത്ത വിശേഷമായിട്ട് വീണ്ടും കാണാം. ബായ്. ഞാൻ നേരത്തെ ബായ് പറഞ്ഞാലിപ്പോൾ ഒന്നുകൂടി വന്നിക്കാണ്. ആബിസിനെ അപ്പം ചതിച്ചു. ഓനെ കൊണ്ടുപോകാൻ പറഞ്ഞിട്ട് ഓനെ കൊണ്ടുപോയില്ല കേട്ടോ. അപ്പോൾ ഓനിങ്ങനെ എന്താ ഇപ്പോൾ സാധനത്തിൻ്റെ പേര്, ഇങ്ങനെ സങ്കടപ്പെട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്.
ഓന് ഭയങ്കര സങ്കടം വരുന്നുണ്ട്, പിന്നെ ഓന് പനിയാണ്. അപ്പോൾ ഓക്കെ ബായ്.